ഹായ് ഹലോ. ഞാൻ ഇങ്ങനെ ആക്ച്വലി ഇത് കണ്ടു, എൻ്റെ ഫേസിലെല്ലാം നല്ല നല്ല രീതിയിൽ സ്കാർസ് ഉണ്ട്. എനിക്ക് ആക്ച്വലി മോൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. മോളുടെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എനിക്ക് മോക്കുരൊന്നും അങ്ങനെ വരുന്ന ഇതല്ലായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളെ ഹോർമോൺ ഇമ്പാക്റ്റ് ഒക്കെ ആയിരിക്കും, നമുക്ക് ഹോർമോൺ ചേഞ്ചിൻ്റെ ഒക്കെ കുഴപ്പമായിരിക്കും. എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പാടം അങ്ങനെ. പക്ഷെ ഇത് ഇവിടുത്തെ ഈ ഒരു 1 2 3 4 5 എണ്ണം ഉണ്ടായിരുന്നതിൽ ഇപ്പം ഇതും ഒന്ന് ഡിമ്മായി, ഇത് മാഞ്ഞു പോയേ. അത് ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടാണ്, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെയുള്ള സ്കാർസ് ഒക്കെ കാരണം നല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പം അത് ഞാൻ സ്കിൻ ഡോക്ടറിനെയൊക്കെ കുറേ കാണിച്ചു, ഒന്ന് ഡിമ്മായി, പക്ഷെ പിന്നീട് വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ യൂട്യൂബിൽ കുറേ റെമഡീസൊക്കെ കുറേ പേര് ഇടുന്നില്ല. അപ്പം അങ്ങനെ തപ്പിയപ്പോൾ ഞാൻ നോക്കിയപ്പം ഗ്ലൂട്ടാതയോൺ ഫേസ് പാക്ക് അങ്ങനെ ഒരു സംഭവം കണ്ട്. ബെറ്റുണ്ടോ, നിങ്ങൾക്ക് ബെറ്റ് വെക്കുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചോണ്ട്. അപ്പം ഞാൻ വെച്ചു ഇന്നാ ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു. അതിൽ ഇൻഗ്രീഡിയൻസ് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്തോ അതിന് പറയുന്നത്, ഇത് വെണ്ടയ്ക്ക, കോൺഫ്ലവർ, തൈര്, ഇത്രയാണ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഇപ്പം ഞാൻ അത് കയറി സെർച്ച് ചെയ്ത് നോക്കി. നമ്മൾ ഈ വെണ്ടയ്ക്ക സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കേൾക്കുകയാണ്, പക്ഷെ വെണ്ടയ്ക്കയിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് പിന്നെ എടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൽ പറയുന്നത് ഇതിൽ വൈറ്റമിൻ സിയും ഫൈബറും ആണ് മെയിൻ, പിന്നെ ഗ്ലൂട്ടാതയോണും ഉണ്ട്. അപ്പോൾ ഇതിലെ വൈറ്റമിൻസ്, ഗ്ലൂട്ടാതയോൺ ഇങ്ങനെ പുറമേ ഇടുമ്പം നമുക്കൊരു ഗ്ലോ വരുമെന്നേ ഉള്ളൂ. ഇവർ പറയുന്ന പോലെ നമ്മൾ വെളുത്തങ്ങ് പണ്ടാരമൊന്നും അടങ്ങില്ല എന്നാണ് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിന് മുമ്പ് ഇടുന്ന വീഡിയോ ആണ്. പിന്നെ അതിലെ വൈറ്റമിൻ സി നമ്മളെ സ്കാർസ് ഒക്കെ റിമൂവ് ചെയ്യാം, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ് പറയുന്നത്. അപ്പം അതിൽ ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ഇത് എടുത്തു വെക്കാൻ മറന്നു, ഇപ്പം തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നതുമില്ല. അതിൽ അവർ പറയുന്ന ഒരു പ്രാവശ്യം ഇടുമ്പം തന്നെ ഭയങ്കര ചേഞ്ച് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴെ വന്ന് കുറേ കമൻസും ഞാൻ അന്ന് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി അങ്ങനെ. ഇനി ഇവർ തന്നെ ഇടുന്നതാണോന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ കോൺഫ്ലവറും നമ്മുടെ ഈ അതിലെ സ്റ്റാർച്ചൊക്കെ നമ്മുടെ ഈ എണ്ണമയം അങ്ങനെയൊക്കെ വലിച്ചെടുക്കാനും മുഖത്തിന് ഗ്ലോയും കോൺഫ്ലവറും നല്ലതാണെന്നാണ് അതിൽ. ഞാൻ സത്യം പറഞ്ഞാൽ കോൺഫ്ലവർ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കോൺഫ്ലവർ ആണ്, വെണ്ടയ്ക്ക, കോൺഫ്ലവർ, തൈര് പിന്നെ അറിയാലോ തൈര്. പക്ഷേ എൻ്റെ ഫേസിന് എപ്പോഴും പാലിനെക്കാട്ടിയും കൂടുതൽ തൈരാണ്. ചിലർക്ക് തൈര് അലർജി അങ്ങനെയൊക്കെ വരാറുള്ളവർ വേണമെങ്കിൽ പാൽ യൂസ് ചെയ്ത് നോക്കൂ. ആദ്യം ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് റിവ്യൂ പറയില്ല, അതുകൂടെ നോക്കിക്കോണേ. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം, ഇത് എങ്ങനെ ഈ ഫേസ് പാക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം. ബൈ. ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയാണല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടോ എന്ന് ജസ്റ്റ് ഞാൻ നോക്കുവാണ്, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ പിന്നെ ചെയ്യാം എന്ന രീതിയിലാണ്. പക്ഷെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഈ വെണ്ടയ്ക്ക ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പേടിയില്ലാതെ ഉപയോഗിക്കാം. എനിക്കറിയില്ല ഇത് എങ്ങനെ ആവുമെന്നുള്ളത്. അങ്ങനെ വെണ്ടയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അരിഞ്ഞ് മിക്സിയിൽ ഇങ്ങനെ നമ്മൾ ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയുമല്ലോ, അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കോൺഫ്ലവറും പിന്നെ തൈരും കൂടെ ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. തൈര് എനിക്ക് ഇച്ചിരി കൂട്ടിപ്പോയി, അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ കോൺഫ്ലവർ ഒഴിച്ചിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഇതെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളിട്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് ഞാൻ. പക്ഷെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അറിയില്ലല്ലോ ഇതിൽ എന്തൊക്കെ നമുക്ക് ഇവരെന്തൊക്കെ കീടനാശിനികളായാലും അങ്ങനെ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആക്ച്വലി ഇതാണ് സാധനം. ഞാനൊരു ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്തൊരു യെല്ലോയിഷ് കളർ, ആക്ച്വലി ഒരു ഗ്രീൻ കളറേ വരുത്തുള്ളൂ. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടല്ലോ, കാരണം എനിക്കിതിൽ വല്ല ഇച്ചിങ്ങോ എനിക്ക് ചൊറിഞ്ഞെങ്ങാനും കയറി എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെണ്ടയ്ക്കാണല്ലോ. അതെ, എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഏകക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകക്കുട്ടി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പം എന്നല്ല, എന്ത് ഫേസ് പാക്ക് ഇട്ടാലും ഞാൻ കുളിച്ചിട്ട് ഇട്ടാലേ എനിക്കൊരു സമാധാനം വരും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. മുഖം വാഷ് ചെയ്തിട്ട് ഇട്ടാലും എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ കുളിച്ചിട്ട് അതിങ്ങനെ ഇരുന്ന് ഇടുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അത് എൻ്റെ ഒരു ശീലമായോണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇത് തല കെട്ടിയേക്കുന്നത്. കുളിച്ചിറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് അരച്ച ശേഷം ഞാൻ മറ്റേ ടീഷർട്ട് മാറ്റി, കാരണം അതിന് കോളർ ഉണ്ടല്ലോ, അപ്പോൾ കഴുത്തിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പം കുട്ടിക്ക് അമ്മ ഇത് തരൂല കേട്ടോ, ഇത് ചൊറി ഉണ്ടാവൂ. അമ്മ ഇട്ട് അമ്മ
തരാം തരാം തരാം. ചൊറിഞ്ഞ പിന്നെ എന്തോ ചെയ്യും? ചൊറിയൂല. ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് അങ്ങനെയൊന്നും വരൂലായിരിക്കും. ഇല്ലേ 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 എന്ന് പ്രതീക്ഷിക്കും. എനിക്ക് കറക്റ്റ് ഇതാ ഈ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കുറച്ച് ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു പൊടി ഉണ്ടല്ലോ, കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. സംഭവം ഭയങ്കര സിമ്പിളാണ്, മെനക്കേടൊന്നും ഇല്ല. പക്ഷേ ചെയ്ത് നോക്കാതെ പറയാൻ പറ്റില്ലല്ലോ. അമ്മ ഇട്ടുതരാം, അമ്മ ഇട്ടിട്ടേരാം. എനിക്ക് ഈ തൈരിൻ്റെ സ്മെല്ലുണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഫേസ് പാക്കിലൊക്കെ ഞാൻ തൈര് ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് തൈര് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ, എനിക്ക് പാലിനെക്കാട്ടി എഫക്റ്റീവ് തൈര് ഇടുമ്പോഴാണ്. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. ഗുണമുണ്ടെങ്കിൽ എനിക്ക്, പക്ഷെ ഞാൻ ഇടും കേട്ടോ. സ്മെല്ലൊക്കെ നമ്മൾ സഹിക്കും, നമ്മുടെ മുഖമാണല്ലോ, നമുക്ക് എപ്പോഴും നല്ല മുഖം നല്ല ഇതായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ഈ കഴുത്തിൻ്റെ ഇവിടെ, അപ്പൊ ഞാൻ അവിടെ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അപ്പൊ കറക്റ്റ് അഭിപ്രായം അറിയാലോ. കുട്ടി മാറടാ. ബാക്കിലോട്ട് കുട്ടിയുടെ ഫേസ് ഓടി വരുന്നില്ല, കുറച്ച് ഇവിടെ വന്നിരുന്നു. ഇതിരി കുട്ടി വരണ്ടേ, എന്നാലും ചീണ്ടി ഇങ്ങോട്ട് നമുക്ക് കിട്ടട്ടെ. കുറച്ച് കത്തിക്കില്ല, ഉണങ്ങാൻ അത്ര ടൈം എടുക്കൂലെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ തേക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ആ ഒരു കോൺഫ്ലവറിൻ്റെ സ്റ്റാർച്ചും കൂടെ വെച്ചിട്ടായിരിക്കും. നല്ല ഇതാണല്ലോ, നല്ലൊരു പശ ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടായിരിക്കും. കണ്ണിൻ്റെ താഴെ എനിക്ക് നല്ല കറുപ്പുണ്ട്. പോകുവാണെങ്കിൽ എല്ലാം അങ്ങ് പോട്ട്. എന്തായാലും ഞാൻ ഇട്ടു, ഞാൻ ഇട്ട് തരാം. അമ്മ ഇട്ടിട്ട് അമ്മയ്ക്ക് ഇത് ചൊറിച്ചിലുണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കി തന്നാ പോരെ. ആ എന്നാ അമ്മയുടെ മടിയിലോട്ടും അമ്മ ഇട്ട് തരാം. കുട്ടി എന്നിട്ടോ ചന്ദനം. വാ വാ വാ. ഇങ്ങനെ ഇടുന്നുണ്ട് അമ്മയ്ക്ക് അറിയാൻ കൂടി വയ്യ. ഈ മുഖത്ത് മാത്രം ഇട്ടാൽ മതി. കുനിയല്ലേ, കണ്ണിലൊക്കെ പോവും. അമ്മയുടെ കൈ കണ്ണി പോവും. പിന്നെ ഇവിടെ കിടന്ന് കരയല്ലേ. എന്തൊക്കെ അഥവാ വല്ല കെമിക്കലും ഉണ്ടെങ്കിൽ കണ്ണിലൊക്കെ കയറിയാലുണ്ടല്ലോ. ഇത്രയും മതിയായി കുട്ടി കേട്ടാ, നന്നായി. ആ കഴിയും, ഇത്രയും മതി, അല്ലെങ്കിൽ ഉടുപ്പി പറ്റും. താങ്ക് യു. ഞാനിത് ഉണങ്ങുന്നിടം വരെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫോണൊക്കെ നോക്കി കിടന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണങ്ങി കഴിഞ്ഞ് കുറേ നേരമായി. ഈ 2 ദിവസം കുറച്ച് നേരമായിട്ട് ഉണങ്ങുന്നില്ല. എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ വലിഞ്ഞു നല്ല സ്റ്റാർച്ചുള്ള സംഭവമല്ലേ, വലിയുന്നു. അപ്പോൾ ഞാൻ കഴുകി കളയാൻ പോവാണ്. ആക്ച്വലി നമ്മളിങ്ങനെ വെള്ളം തപ്പി കൊടുത്താൽ അത് കുറച്ച് നേരം കൂടി ഇരിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിലധികം ടൈമായി. അപ്പോൾ ഞാനത് തുടയ്ക്കുകയാണ്. പക്ഷെ എനിക്ക് ചൊറിച്ചിലൊന്നും വന്നില്ല കേട്ടോ. എനിക്ക് ആക്ച്വലി സംസാരം ഇതാ നല്ല മാറ്റമുണ്ടല്ലേ, ആദ്യം കണ്ടതിൻ്റെ വെച്ച് നോക്കുമ്പോൾ കിടു കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. കണ്ണിൻ്റെ അടിയില്ല, നോക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടു. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തതാ ഈ കണ്ണിനടിയിലെ കറുപ്പൊക്കെ നല്ല രീതിയിൽ അങ്ങ് മായ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടാനൊക്കെ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് കറുപ്പ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അത് ഒരു എന്താ പറയുന്നത്, നമ്മളതിനെ എന്തോ പറയുമല്ലോ, ഈവൻ ടോണോ എന്തോ ഒന്ന് പറയുമല്ലോ ഇങ്ങനെ. അത് പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. ഇത് സംഭവം പറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കിടുവായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല കരിവാളിപ്പൊക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് ഇതാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും, പക്ഷേ ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ, എല്ലാവരും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ആ സന്തോഷം ചിരിക്കുക, എനിക്കിങ്ങനെ വലിഞ്ഞ് മുറുകുക. കഴുത്തിലേയും കൂടെ നോക്കുമ്പോൾ അറിയാലോ, കഴുത്തിൻ്റെ അവിടെ എനിക്കിങ്ങനെ നല്ല കറുപ്പുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ
പാർലറിലൊക്കെ പോയി ക്യാഷ് കളയാൻ താല്പര്യമില്ലാത്തവർക്ക് എനിക്കൊന്നും ഇത് എന്നും ഇട്ടൊക്കെ ഇടുമായിരിക്കും കേട്ടോ. എന്നും ഇട്ടുകൂടെന്നാണ് പറയുന്നത്. ഒന്നല്ല ഒന്നിടവിട്ട് ഇടാലോ. നിങ്ങളൊരു ഇതിങ്ങനെ അടിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10 മിനിറ്റ് കളഞ്ഞാൽ മതി. എനിക്കിനി എന്നും ഇടണമെന്ന് ആഗ്രഹം തോന്നുന്നു. പക്ഷേ ഞാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. ഒന്നും എൻ്റെ കേസിൽ നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ മടിയൊന്നും ഇല്ലാത്തവർ ഞാൻ പറയുന്ന എന്നും ഇട്ട് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ നെറ്റിയിലത് ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കരിവാളിപ്പുണ്ടായിരുന്നു. കരിവാളിപ്പൊക്കെ ഇങ്ങനെ കിടുവായിട്ട് മാറി കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമല്ലോ, ഈ പാർലറിലൊക്കെ പോയി ഓരോ ഫേഷ്യലൊക്കെ ചെയ്തിറങ്ങുന്ന ആ ഒരു ഇവിടെയല്ല, ഇവിടെ ഇത്ര എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ മാറ്റമുണ്ട് കേട്ടോ, മാറ്റമുണ്ട്. ഇതാ നോക്ക്, ഇവിടെ ഇങ്ങനെ ശരിക്കും കറുത്ത്. എൻ്റെ ആദ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നന്നായിട്ട് ഇങ്ങനെ കറുത്ത് കിടന്നതാണ് കേട്ടോ. കിടു. എല്ലാരും മസ്റ്റ് ട്രൈ ആണ്. സത്യമായിട്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എൻ്റെ ഏക്കുട്ടിയുടെ മുഖം കഴുകിയോ എന്തോ, ഏക്കുട്ടി താഴോട്ട് പോയേക്കാണ്. ഇനി അവൾ ഇതിൻ്റെ കൂടെ പിടിച്ചിരുത്തിയാലേ ശരിയാവുമല്ലോ, അതുകൊണ്ടാണ്. ഇതാ നോക്ക്, എനിക്കിതാ ഇവിടുത്തെ വെച്ച് നോക്കിയായിരുന്നു. ഇവിടെയും കണ്ടോ ആ ഒരു കറുപ്പിന്റെ ആ മാഞ്ഞുപോയ ആ സംഭവമാണ് ഈ കാണുന്നത്. സത്യമായിട്ടും കൊള്ളാം കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ പറയുമൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മാറ്റം എന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. ഞാനപ്പോൾ ഇങ്ങനെയുള്ള കുറേ തപ്പിയിട്ട് ഞാനിങ്ങനെ ചെയ്ത് വീണ്ടും അടുത്ത ഇങ്ങനെ നോക്കാം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ബെറ്റുണ്ടോ അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കിഡുവാണ് കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാണ്, കിഡുവാണ്.